നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂർ പൂശാരി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വാടാനപ്പള്ളിയിൽ ഒടിഞ്ഞു നിൽക്കുന്ന ഇരുമ്പ് തൂണ് അപകടക്കെണിയാകുന്നു. ജാബിറിന്റെ ഇന്നത്തെ വരുമാനം നിജിലിന്റെ ചികിത്സാ സഹായത്തിന്. വാർത്തകൾ വിശദമായി. മണലൂർ പൂശാരി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് തോട്ടിലേക്ക് പതിച്ച നിലയിലാണ്. മണലൂർ പഞ്ചായത്തിലെ 18-11 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ വഴി കടന്നു പോകുന്നത്. സ്കൂൾ വാഹനങ്ങൾ പതിവായി പോകുന്ന വഴിയിലെ പാലമാണ് അപകടകരമായ രീതിയിൽ തകർന്ന് നിൽക്കുന്നത്. തകർന്ന പാലത്തിന്റെ അരികുകൾ അടിയന്തരമായി ബലപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണലൂർ പഞ്ചായത്തിൻ്റെ 18-ാം വാർഡിലും 11-ാം വാർഡിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പൂശ്ശേരി പാലം എന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടുന്ന പാലം, അതിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് കുറച്ച് നാളായി. ആ സംരക്ഷണ ഭിത്തി കാരമുക്ക് വില്ലേജിൻ്റെ പരിധിയിൽപ്പെടുന്ന 18-ാം വാർഡിൻ്റെ അതിർത്തിയായിട്ട് ബന്ധപ്പെടുന്ന ആ ഭാഗത്ത് വടക്ക് വശം ഇടിഞ്ഞ് തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാളിതുവരെയായിട്ടും അധികൃതരെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കുട്ടികളെ കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനങ്ങൾ, അതുപോലെ ലോഡിംഗ് വാഹനങ്ങൾ തുടങ്ങി വലിയ വാഹനങ്ങൾ അധികമായിട്ട് സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സംരക്ഷണ ഭിത്തി തകർന്നതിന് പുറമെ റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വിള്ളലിൻ്റെ പോർഷനിൽ നിന്ന് മണ്ണിടിഞ്ഞു പോകുന്നതോടൊപ്പം വാഹനങ്ങൾ അപകടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളെ കയറ്റി കൊണ്ടുപോകുന്ന, സ്കൂളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പോലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലോ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ടോ കൃത്യമായൊരു നടപടി സ്വീകരിക്കണമെന്ന്. വാടാനപ്പള്ളി കനറ ബാങ്കിലേക്കുള്ള വഴിയിലെ ഒടിഞ്ഞ ഇരുമ്പ് തൂണിന്റെ അവശിഷ്ടം വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന കാനറ ബാങ്ക്, നീതി മെഡിക്കൽ സ്റ്റോർ, ലബോറട്ടറി, സ്വകാര്യ ബാങ്കുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ഏക വഴിയാണിത്. ദേശീയപാതയിൽ നിന്ന് 2 സ്വർണ്ണക്കടകൾക്കിടയിലൂടെയാണ് ഈ വഴി. കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ കാൽവിരൽ ഈ പൈപ്പിനിടയിൽ കുടുങ്ങി മുറിവ് പറ്റിയിരുന്നു. സ്കൂട്ടർ യാത്രക്കാർ ഇരുമ്പ് പൈപ്പിൽ തട്ടി വീഴുന്നത് നിത്യസംഭവമാണ്. കൂടാതെ ബാങ്കിലേക്ക് വരുന്ന പ്രായമായവരും തട്ടി വീണ് പരിക്ക് പറ്റുന്നുണ്ട്. ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറുമ്പോൾ വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുവരുന്നുമുണ്ട്. എത്രയും വേഗം ഈ അവശിഷ്ടം നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരു ദിവസം നൂറുകണക്കിന് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണത്. ഒരുപാട് സ്ഥാപനം വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ വരുന്ന ആൾക്കാരെ കാറ് കൊണ്ടുവരുന്നവർ കാറ് കയറുന്ന കുറ്റിയിൽ, പിന്നെ സ്കൂട്ടർ കയറുന്ന, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കാല് അതിൻ്റെ ഉള്ളിൽ പോയി വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ. ഇത് എത്രയും വേഗം, ഇത് ആരതെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കണ്ടതാണ്, ഞാൻ ബാങ്കിലേക്ക് ഒരു ആവശ്യത്തിന് വന്നപ്പോൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ കയറി എൻ്റെ വണ്ടി പഞ്ചറായി. അപ്പോൾ അത് ആര് സ്ഥാപിച്ചാണെന്ന് അറിഞ്ഞൂടാ. ആര് സ്ഥാപിച്ചാലും ആർക്കെങ്കിലും താല്പര്യം എടുത്തത് മുറിച്ച് കളയാവുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു കുറ്റി കെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇന്നലെ ഒരു കുട്ടിയുടെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രായമുള്ളവരും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഏരിയയാണ്. അപ്പോൾ എന്തിൻ്റെയാണെന്ന് അറിയില്ല, ഒരു പൈപ്പ് പൊന്തിക്കെടുക്കേണ്ട ഇരുമ്പിൻ്റെ, അത് പഞ്ചായത്ത് ഇടപെട്ടിട്ട് അത് വേഗം നീക്കം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കഴിമ്പ്രം വാഴപ്പുള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി. പാലക്കാട് പാതിരാക്കുന്നത്തുമനയിലെ പ്രസാദ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സർപ്പപ്രീതിക്കായി നടത്തുന്ന ഭക്തി നിർഭരമായ ഈ പൂജയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ ഗണപതി ഹവനം, നവഗ്രഹ പൂജ, തുടർന്ന് ഉച്ചപൂജയും വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, പാലും നൂറും, തുടർന്ന് സർപ്പബലിയും അത്താഴപൂജയും നടന്നു. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ വി.യു. ഉണ്ണികൃഷ്ണൻ, വി.കെ. ഹരിദാസൻ, വി.കെ. ശശിധരൻ, വി.സി. ഷാജി എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ക്ഷേത്രം ഹാളിൽ വെച്ച് സൗജന്യ ENT പരിശോധന ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട്.
ये अन्तरिक्षं पृथिवीं क्षियन्ति तेन सर्पासो हवमागमिष्टा ये रोचने सूर्यस्याभिसर्पा ये दिवं देवीमनुसञ्चरन्ति येषामाश्रेषा अनुयन्ति कामं तेभ्यः सर्पेभ्यो मधुमज्जुहोमि पम्पुमरे नमामि नागराजं मम पूर्वजम् मन्त्रहीनं क्रियाहीनं भक्तिहीनं महेश्वराय पूजितं मया देवः परिपूर्णं तदस्तु देवतल्सर्वम् इतत्पूर्वं प्राणबुद्धिदेहधर्माधिकारद जाग्रत् स्वप्न सुषुप्त्यवस्थासु मनस्सा वाचा कर्म. മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR രമേശ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ അധ്യക്ഷയായി. തുള്ളൽ കലാചാര്യൻ മണൽ ഗോപിനാഥ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, സഹനലത സത്യൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് തല മത്സരത്തിൽ നാടോടി നൃത്തത്തിന് 3-ാം സ്ഥാനം ലഭിച്ച റിനി റെജിയെ ആദരിച്ചു. പിന്നെ കലയ്ക്ക് എപ്പോഴും മുൻതൂക്കം കൊടുക്കുക. കാരണം നേരത്തെ നമ്മളെ ഉദ്ഘാടകന് പറ്റുമെന്ന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് പശ്ചാത്തലം. അത് വളരെ വ്യത്യസ്തമായ സ്കൂൾ കോളേജ് കലോത്സവ വേദികളിലൂടെയാണ് ബ്ലോക്ക് മെമ്പർ ഒരു പാട്ടുപാടിയപ്പോഴൊക്കെയാണ് എനിക്ക് ഇതിലേക്ക് കയറി വരാൻ സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യം സന്തോഷ സമാധാനം. അതിന് ഈ സംഗീതവും പാട്ടും കലയൊക്കെ വളരെ ആവശ്യമാണ്. നിങ്ങൾ വീട്ടിലും ഇടയ്ക്ക് ഒരു മൂളിപ്പാട്ടൊക്കെ പാടുക. വലപ്പാട് ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. തൃപ്പയാർ കുന്നുങ്ങൽ ഹാളിൽ വെച്ച് നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ലയൺസ് ക്ലബ് 318D ഡിസ്ട്രിക്റ്റിന്റെ ഫസ്റ്റ് വൈസ് ഗവർണർ T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അജിത് പ്രസാദ് അധ്യക്ഷനായി. പ്രസിഡന്റായി അഡ്വക്കേറ്റ് ശോഭാകുമാറും സെക്രട്ടറിയായി രജനി ഉണ്ണികൃഷ്ണനും ട്രഷററായി KV ജോണും ചുമതലയേറ്റു. വൈസ് പ്രസിഡന്റുമാരായി ആൻഡ്രോസ് ജോൺ, നന്ദകുമാർ, ബിന്ദു സന്തോഷ്, ജോയിന്റ് സെക്രട്ടറിയായി ഡോക്ടർ സുദർശൻ എന്നിവർ സ്ഥാനമേറ്റു. ജില്ലാ നേതാക്കളായ ഡിസ്ട്രിക്ട് അഡ്വൈസർ VS പ്രസന്നൻ, റീജിയൻ ചെയർപേഴ്സൺ ആനി ജോസഫ്, സോണൽ ചെയർപേഴ്സൺ വ്യാസ ബാബു, പ്രസന്നൻ തറയിൽ, PF സേവിയർ, AA ആന്റണി, DCS ശങ്കർ എന്നിവർ സംസാരിച്ചു. ഒരു മിഷനും ആയിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ 15 ലക്ഷം മെമ്പർമാരെ ചേർക്കേണ്ട ഒരു വലിയ ദൗത്യത്തിലേക്ക് നമ്മളൊക്കെ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഫെബ്രിക്കോ ദിസ് ഇയർ പ്രസിഡന്റ് ആൾസോ ഇൻ ദാറ്റ് വേ. സാധാരണ മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സിനും വൈസ് ഡിസ്ട്രിക്ട് ഗവർണേഴ്സിനൊക്കെ വലിയ ഡ്യൂട്ടീസ് ഒന്നും ആ സമയത്ത് ഉണ്ടാവാറില്ല. എന്നാൽ ഈ ഒരു സമയങ്ങളിലൊക്കെ ദ കമാൻഡിങ് ഫ്രം international or the instruction from international, we need to enhance or add members and make or create the clubs in our district. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ.
ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. തൃത്തല്ലൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബിർ ചൊവ്വാഴ്ച ഓട്ടോ ഓടിച്ച് ലഭിച്ച തുക മുഴുവൻ ചികിത്സാ ചിലവിലേക്ക് നൽകും. കഴിഞ്ഞ ദിവസം പുലർച്ചെ അരിമ്പൂരിലെ റോഡിൽ വീണുകിടക്കുന്ന തെങ്ങിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ബസ് ഡ്രൈവർ കൈപ്പിള്ളി വലിയപുരയ്ക്കൽ നിജിലിൻ്റെ ചികിത്സയ്ക്കാണ് ജാബിർ ഒരു ദിവസത്തെ വരുമാനം നൽകുന്നത്. എറവ് കൈപ്പിള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപമായിരുന്നു അപകടം. രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന തെങ്ങ് കടപുഴകി ഗേറ്റ് തകർത്ത് റോഡിന് കുറുകെ വീഴുകയായിരുന്നു. റോഡിൽ നിന്ന് 4 അടിയോളം മുകളിലേക്ക് ഉയർന്ന് റോഡിൽ തടസ്സമായി കിടന്ന തെങ്ങിൽ ഇരുട്ടിൽ ബൈക്കിടിച്ച് നിജിൽ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ബോധരഹിതനായി റോഡിൽ വീണുകിടന്ന ഇദ്ദേഹത്തെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് കണ്ടത്. തുടർന്ന് അരിമ്പൂരിൽ നിന്നും ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നിജിലിൻ്റെ ചികിത്സാ സഹായനിധി വാടാനപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ ബിനു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ, കാരുണ്യ പ്രവർത്തകനായ പ്രതാപൻ വാലത്ത്, സന്തോഷ് വെളുത്തൂർ എന്നിവരും പങ്കെടുത്തു. ഉണ്ടായ അപകടത്തിൽ ബസ് ഡ്രൈവർ, SRTയിലെ ബസ് ഡ്രൈവർ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ പുലർച്ചെ റോഡിൽ തെങ്ങ് വീഴുകയും ആ തെങ്ങിൽ തട്ടി അപകടം പറ്റുകയും അത്യാസന്ന നിലയിൽ ആളിപ്പോൾ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. നിർധനരായ 2 മക്കളും ഭാര്യയും അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയാവുന്നതിലും അധികമാണ് ഇപ്പോഴത്തെ ചികിത്സാ ചെലവ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽക്കൊരു സഹായം എന്ന നിലക്ക് നമ്മുടെ തൃത്തല്ലൂരിലെ ഓട്ടോ ഡ്രൈവറായ ജാബിർ തൃത്തല്ലൂർ സഹചാരി സെൻ്ററിൻ്റെ സജീവ പ്രവർത്തകനും കൂടാണ്. അദ്ദേഹം ഇന്നത്തെ വരുമാനം നിജിലിൻ്റെ ചികിത്സാ സഹായത്തിനായിട്ട്
കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊന്ന് ഓടുന്ന ഫുള്ള് തുക എത്ര കിട്ടിയാലും അത് സഹായ നിധിയിലേക്ക് കൊടുക്കുകയാണ്. തുടർ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് മാറ്റിയിരിക്കുകയാണ്. നിജിലിൻ്റെ ഏക വരുമാനം മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഭാര്യയും 2 കൊച്ചു കുട്ടികളുമടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിലുമധികമാണ് ഭീമമായ ചികിത്സാ ചെലവ്. നിജിലിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അക്കൗണ്ട് നമ്പർ 087410103812. അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി 087410103812. IFSC കോഡ് CNRB 000874. IFSC കോഡ് ഒരിക്കൽ കൂടി CNRB 000874. മൊബൈൽ നമ്പർ 9946146448. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 9946146448. തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ അധ്യയന വർഷം സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ASI ഭരതനുണ്ണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ 1800 കുട്ടികൾക്കും സമൂഹത്തിനും മാതൃകയായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്യം നിർവഹിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ വെച്ച് ഭരതനാട്യം ഹസ്തഭേദ മുദ്ര 42 സെക്കൻഡിൽ അവതരിപ്പിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവതീർത്ഥ പ്രവീണിനെ ആദരിച്ചു. സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, ട്രഷറർ EA ഹാരിസ്, മാനേജർ IT മുഹമ്മദ് അലി, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS, കോർഡിനേറ്റർമാരായ ദീപ KM, ആശ KC, സായാദേവി, അജയ്, നസീമ ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലൗലി ജിനൻ, ഹെഡ് ഗേൾ ശ്രീലക്ഷ്മി PS എന്നിവർ സംസാരിച്ചു. മരക്കമ്പനി ജീവനക്കാരൻ ജോലി സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീണു മരിച്ചു. കാരമുക്ക് വിസ്റ്റ പ്രസ്സിന് സമീപം വട്ടേക്കാട്ട് പരേതനായ ശങ്കറിൻ്റെ മകൻ വേലായുധൻ 61 വയസ്സാണ് മരിച്ചത്. തിങ്കളാഴ്ച വാടാനപ്പള്ളിയിലെ മരക്കമ്പനിയിലേക്ക് ജോലിക്ക് പോയ വേലായുധൻ വൈകിട്ട് ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്നു. ഭാര്യ ദേവകി, മക്കൾ സിനീഷ്, സിനിജ, മരുമക്കൾ സുധ, പ്രവീൺ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂർ പൂശാരി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വാടാനപ്പള്ളിയിൽ ഒടിഞ്ഞു നിൽക്കുന്ന ഇരുമ്പ് തൂണ് അപകടക്കെണിയാകുന്നു. ജാബിറിന്റെ ഇന്നത്തെ വരുമാനം നിജിലിന്റെ ചികിത്സാ സഹായത്തിന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.